ഹലോ, ഒരു 6:30 മണിക്ക് എണീറ്റു. ഇപ്പം സമയം 7 മണിയാവാറായി. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അടുക്കളയിലെ വിശേഷങ്ങൾ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്നൊരു ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ ഒരു ചട്നി ഉണ്ടാക്കാം, തേങ്ങാ ചട്നി ഉണ്ടാക്കാം. നല്ല ചൂടോടുകൂടി ഒരു ചായ കുടിച്ച് നമുക്ക് ഇന്നത്തെ രാവിലെ തുടങ്ങാം. ഇച്ചിരി ഏലക്കയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷെ ഞാൻ രാവിലെ ഏലക്ക ഇട്ടില്ല ആ ചായയിൽ. പിന്നെ വൈകുന്നേരത്തെ ചായയിൽ നമുക്ക് ഏലക്കയൊക്കെ ഇട്ട് കുടിക്കാം. കാരണം നമുക്ക് ഏലക്ക ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഉഷാറ് വരും. അതുകൊണ്ടാണ്. ഏലക്ക ഇല്ലെങ്കിൽ പട്ട നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഒന്ന് ചായ ഇട്ട് കുടിക്കണം. അപ്പോൾ ഇനി ദോശ ഉണ്ടാക്കാനായിട്ട് ദോശമാവ് തയ്യാറാക്കാം. ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇച്ചിരി ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന ഒരു ദോശയാണ്. അപ്പോൾ അത് ഒരു ഫ്ലേവറായിട്ട് കഴിക്കണം. കുറച്ച് മല്ലിയിലയും പിന്നെ പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ഗോതമ്പ് മാവും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആദ്യമേ എടുത്ത് വെള്ളം ഒഴിക്കരുത്. കുറച്ചായിട്ടൊന്ന് ഒഴിച്ചിട്ട് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിക്ക് ഇരിക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്ത് അവസാനം നമുക്കൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്താൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ആ പൊടിയേക്കാളും വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ വീണ്ടും നമുക്ക് അതിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു അളവിനെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. നമുക്ക് ബാറ്റർ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചൂടാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള പകുതിയാക്കി, അത് ചെറിയൊരു കഷ്ണം മതിയാകും കേട്ടോ, വലുതായിട്ടൊന്നും എടുക്കണ്ട. ആ ഒരു കഷ്ണത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കതിൽ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാം. നല്ല എണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് ഒഴിച്ചു കൊടുത്ത പാനിൽ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം നമ്മളിത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന മാവ് പെട്ടെന്ന് ഇളവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയുള്ള ബാറ്റർ ഉപയോഗിച്ച് ഞാൻ ബാക്കി ദോശയും കൂടെ ചുട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കണം. തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ വെച്ച് ചിരക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പം നിന്ന് ചിരവ ആയോർത്ത് കൊണ്ടുപോയാൽ നമുക്ക് പെട്ടെന്ന് അത് കാര്യം കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു, ഇത് മേടിക്കണോ. അങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. ഇനി മിക്സഡ് ജാറിൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതിൽ ആവശ്യത്തിനുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിപ്പോൾ വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു പച്ചമുളകും ഒരു കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിനങ്ങ് അരച്ചെടുക്കണം. ഒരു തരി. അപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്ക് കടുകും കൂടെ ഒന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പ് ദോശയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള തേങ്ങാ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.